എല്ലാവരും കൂടി പോണത് എവിടേക്കാണെന്ന് അറിയാം. ഞങ്ങൾ ചാത്തമംഗലം വരെ ഒന്ന് പോവുകയാണ്. ഷീത്തേട്ടൻ്റെ പെങ്ങളെ വീട് അവിടെയാണ് കേട്ടോ. അപ്പം ഇന്ന് അച്ചുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ബർത്ത്ഡേക്ക് പോവുകയാണ്. നമ്മൾ പോണത് നമ്മൾ സ്വന്തം വണ്ടി തന്നെയാണ്. ഈ വണ്ടീൻ്റെ ഒരു ഭാഗ്യം നോക്കണം. ഞങ്ങളെ കൂടെ അതിനെക്കൊണ്ട് ലോകം മൊത്തം കാണാം. കാരണം വേറെ ഒന്നുമല്ല, ഷീത്തേട്ട എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും ഞങ്ങളെ ഓട്ടോയിൽ. അച്ചുട്ടന് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ആദ്യം ഞങ്ങൾ ഫാൻസിയിൽ കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിലും കയറി. ആകെ ബേക്കറിയിൽ 2-3 സാധനം വാങ്ങിക്കാനാണ് കയറിയെങ്കിലും ഓട്ടോയിലുള്ള മൊത്തം ആൾക്കാർ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പീലിക്കുട്ടി ഇറങ്ങാന്ന് വെച്ചിട്ടാണെങ്കിൽ അത് മിഠായിക്ക് ആവുമല്ലോ. അങ്ങനെ അവൾക്ക് വേണ്ട മിഠായി അവള് കൈക്കിലാക്കിയിട്ടും ഉണ്ട്. പീലിക്കുട്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ചേച്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചത് മദാമച്ചപ്പാണ്. ഇത് ഹരി കാര്യമായിട്ട് പൊളിച്ചെടുക്കണമുണ്ട്. ഇതവരെന്ത് വെച്ചിട്ടാണോ ഒട്ടിച്ചത്, പൊളിച്ചിട്ടാണ് കിട്ടണമില്ലേ. അങ്ങനെ പോയി ഞങ്ങൾ ചേച്ചീന്റെ വീട്ടിലെത്തിയിട്ടോ. ഞങ്ങളെ കണ്ടത് അച്ചുട്ടൻ ഓടി ടേബിളിന്റെ അടിയിൽ ഒളിച്ചു നിന്ന്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അച്ചുട്ടന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര നാണാണ്. അപ്പോൾ ആ സീതാടനൊക്കെ വന്നിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അച്ചുട്ടന് പോയി നോക്കിയപ്പോൾ അതൊക്കെ സ്റ്റെയർ കയറി പോവാനുള്ള പരിപാടിയിലാണ്. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഈ നാണൊക്കെ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുൾ ഓക്കെ ആവുകയെ. പീലിക്കുട്ടി നോക്കി നിൽക്കുകയാണെങ്കിൽ അച്ചുട്ടൻ എന്തൊക്കെയായി ചെയ്യണേന്ന്. പിന്നെ ചേച്ചിന്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. ഈ ഫസ്റ്റ് കാണുമ്പോൾ ഈ നാണൊക്കെ കണ്ട് മാറിക്കുകയാണെങ്കിൽ പിന്നെ അച്ചുട്ടനെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഫുൾ ഓട്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ അച്ചുട്ടന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് നിരത്താൻ തുടങ്ങും. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന പീലിക്കുട്ടി ആദ്യ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡെക്കറേഷന്റെ പരിപാടികൾ നോക്കാം. ഇതാ ഈ ഒരു ബലൂൺ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അതിനെക്കൊണ്ട് എല്ലാവർക്കും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടുക എന്നുള്ളൊരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് അവസ്ഥ. ഈ ബലൂണിന്റെ ഉള്ളിലൊക്കെ LED ലൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ പുള്ളെന്ന് കണ്ടപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കണ്ട് വലിച്ചൂരി. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇപ്പോഴേ വലിച്ചൂരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയം ആകുമ്പോഴത്തേനും ഇതിന്റെ ലൈറ്റ് ഒക്കെ തീരും. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലത്തെ ബലൂൺ കിട്ടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അതിന്റെ സ്റ്റിക്കർ ഇങ്ങോട്ട് വലിച്ചൂരരുത്. കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയം ആകുമ്പോഴത്തേനും അതിന്റെ ബാറ്ററി ഒക്കെ തീരും. ആണെങ്കിൽ അവിടെ വമ്പം ബലൂൺ വീർപ്പിക്കലാണ്. ഇത് അച്ചുട്ടനും പീലിക്കുട്ടിയും തമ്മിൽ മത്സരമാണ്. പീലിക്കുട്ടിന്റെ ബലൂണ കൂതണ നോക്കില്ലേ തെറിച്ച് പോവണ്ടേനി. ബലൂൺ വീർപ്പിക്കല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യണ്ടേ. അലങ്കാരപ്പണി ചെയ്ത് അവസാനം അലങ്കോലപ്പണി ആവുമോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെയ്യാം. വീർപ്പിച്ച് ബലൂണൊക്കെ പെറുക്കി എടുത്തിട്ട് അഖിലേട്ടൻ വരണുണ്ട്. സാധാരണ നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങിക്കുകയാണെങ്കിൽ പരിപാടിക്ക് തൂക്കിയിടുന്ന ടൈം ആകുമ്പോഴത്തേനും മൊത്തം പൊട്ടിത്തീരും. ഇനി ദിവസം ഞങ്ങൾ ഏട്ടന്റെ കല്യാണത്തിന്റെ തലേന്ന് ഞങ്ങൾ ഇതുപോലെ ബലൂണൊക്കെ വീർപ്പിച്ച് വെക്കുമ്പോഴത്തേനും പൊട്ടിക്കഴിയും. ഭാഗ്യത്തിന് ഇപ്പൊ ബലൂണൊന്നും പൊട്ടി തീർന്നില്ല. പക്ഷെ ആ ലൈറ്റ് ഉണ്ടല്ലോ അത് നമ്മളെ ചതിച്ച്. കാരണം ഞങ്ങൾ കട്ട് ചെയ്യാനാകുമ്പോഴത്തേനും 1-2 ലൈറ്റൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ടേ. നമ്മൾ റെഡിയാക്കിയതൊക്കെ അതിന്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെതായിട്ടുള്ള റെഡിയാക്കൽ വേറെ നടക്കണ്ടേ. നമുക്ക് നമ്മളെ ബർത്ത്ഡേക്കാരനെ ഒരുക്കാൻ പോവാം. പക്ഷെ ഉണ്ടല്ലോ ചെങ്ങായിക്ക് അപ്പുറത്ത് ആ കേക്ക് കണ്ടിട്ട് ഡ്രസ്സൊന്നും മാറ്റണ്ട, ആ കേക്ക് ഒന്നാണ്ട് വേഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് നിർത്തിക്കാണ് ഡ്രസ്സൊക്കെ മാറ്റിയാലേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ, ഫോട്ടോ എടുക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആളൊന്ന് ഓക്കെ ആയത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കേക്ക് വന്നിട്ട്. ഇതിന് രണ്ടറ്റത്തായിട്ട് 2 ബട്ടർഫ്ലൈനെ കാണുന്നില്ല. അത് രണ്ടും ഞാൻ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടിച്ചു മാറ്റിയിണ്ടേ. അല്ല അതവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലേ. അപ്പൊ ഞാൻ എടുത്ത് വെച്ചതാണ്, എന്തെങ്കിലും ആവശ്യം വന്നാലോന്നേ. പിന്നെയാണെങ്കിൽ നമ്മളെ ടേബിളിന് കുറച്ച് ഹൈറ്റ് കൂടുതലായതിനെ കൊണ്ടേ അച്ചുട്ടന് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് എത്തണില്ല. അപ്പൊ അടിയിലൊരു ചെയർ ഇട്ട് കൊടുത്ത്. ഈ ചെയറിലാണെങ്കിൽ അച്ചുട്ടൻ നിൽക്കാൻ കൂട്ടാക്കണില്ല, അതിൽ ഇരിക്കും വേണം. അതും എങ്ങനെയൊക്കെയോ പറഞ്ഞ് സെറ്റ് ആക്കി എടുത്ത്. എന്താ പ്രശ്നം എന്ന് അറിയാം, ഇവരെ ഇഷ്ടത്തിന് അങ്ങോട്ട് നിന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മളെ പരിപാടി മൊത്തം കരഞ്ഞ് കൊളാക്കാൻ അത് മതി. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ വലിയ കടി ആദ്യം കടിച്ചിട്ടല്ലേ. പോയിക്കാലേ ആ കഴിച്ചോ? കേക്ക് കട്ടിങ്ങും കഴിക്കലേ കഴിഞ്ഞ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഞങ്ങളൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞൊരു ഗിഫ്റ്റ് വാങ്ങിച്ചതാണ്. ഞാൻ നമ്മൾ മെയിൻ സെക്ഷനിലേക്ക് പോണത് ഫുഡ് അടി. അപ്പം ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഫുഡ് വന്നത്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മധുരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ആയിരുന്നേ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐസ്ക്രീം കണ്ടിക്കുകയാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിപ്പ് നിർത്തും. അതിനെക്കൊണ്ട് പീലിക്കുട്ടി
മണിയൊക്കെ ലാസ്റ്റാണ് കൊടുത്തത്. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചുട്ടൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താന്ന് നോക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞ് വാച്ച് ഒരു കുഞ്ഞ് ചെരുപ്പുമാണ് ഫസ്റ്റത്തെ ഗിഫ്റ്റ്. പിന്നത്തേന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു സ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു കൊട ഉണ്ട്, അതിലേക്ക് എഴുതാനായിട്ട് പെൻസിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടു കൊടുത്തത്. കഴിപ്പിൻ്റെ ക്ഷീണമൊക്കെ ആയപ്പോഴേ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ ഭയങ്കര സ്നേഹപ്രകടനം. സ്നേഹം മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുശുമ്പുണ്ട്. നന്ദ പീലിക്കുട്ടിനെ എടുത്തപ്പോഴേ അച്ചുട്ടൻ കാലിൽ പിടിച്ച് തൂങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബാഗൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. എപ്പോൾ ഞങ്ങൾ വന്നിക്കുകയാണെങ്കിലും പോകാനാകുമ്പോൾ അച്ചുട്ടൻ വണ്ടിയിൽ കയറി ഇരിക്കുന്നത് ഞങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട് കരയാൻ തുടങ്ങുക. ഇന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അഖിലേട്ടൻ നൈസായിട്ട് അച്ചുട്ടനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അത് പാപ്പനും മാമയും കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ അച്ചുട്ടന്. ബാഗൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ഓട്ടോയിൽ കയറി ഇരിക്കുന്നത്. ഞങ്ങളെ കൂടെ പോരാനായിട്ട് കുറേ നേരം നോക്കിയേ. പീലിക്കുട്ടിനെ ഏന്തി നോക്കുകയാണ് കേട്ടോ. പീലിക്കുട്ടിയാണെങ്കിൽ ആദ്യം ഓട്ടോയിൽ കയറിയിട്ട് സ്ഥലം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കുറേ ഇങ്ങോട്ട് പോകുന്നു. കുറ്റിക്കാട്ടൂരായ കഴിഞ്ഞപ്പോഴാണെങ്കിലേ ബിരിയാണി തിന്ന് മത്തടിച്ചിട്ട് എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. അപ്പം അച്ഛൻ പറഞ്ഞത് ചായക്കട കണ്ടിക്കുകയാണെങ്കിൽ അത് നിർത്തണം കേട്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു കട കണ്ടപ്പോൾ നിർത്തിയേ. അച്ഛൻ്റെ കൂടെ എവിടെ പോയിക്കുകയാണെങ്കിലും അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതിനെ കൊണ്ട് നമുക്കും ചായ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്ന ചായ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക്. ഇത് സ്ഥലം വേറെ ഇവിടെയല്ല, നമ്മളെ AWH കോളേജ് ഇല്ലേ അതിൻ്റെ തൊട്ടടുത്താണ്. ഒരു ഫാമിലി നടത്തുന്ന അച്ഛനും അമ്മയും 2 മക്കളുമാണ് കേട്ടോ. നല്ല കുട്ടികളാണ് അവിടെ ഉള്ളത്. എനിക്ക് കുട്ടികളെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരാണ് ബില്ല് എടുക്കുന്നതും ചായ നമുക്ക് കൊണ്ടുതരുന്നതൊക്കെ. പിന്നെ ഒരുപാട് എണ്ണക്കടികളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചത് കോഴിമുട്ടയാണ്. പിന്നെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പം അത്രയ്ക്കാണ് ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.